പെഹൽഗാം ഭീകര ആക്രമണവും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഉയർത്തിയ വെല്ലുവിളികൾ അതിജീവിച്ച് നരേന്ദ്രമോദി സർക്കാർ ഇന്ന് ഒരു വർഷം തികയ്ക്കുകയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിൽ 11 വർഷവും 14 ദിവസവും ഇന്ന് പൂർത്തിയാക്കുന്നു. വാർഷികാഘോഷം ഗംഭീരമാക്കാൻ വിപുലമായ പരിപാടികളാണ് BJP ഒരുക്കുന്നത്. പെഹൽഗാമിലെ ഭീകരതയ്ക്ക് പകരം പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിളക്കമാകും പ്രധാനമായും ഉയർത്തിക്കാട്ടുക. മഹാരാഷ്ട്ര, ഹരിയാന, ഡൽഹി തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃപാടവത്തിന്റെയും മികവായി ചൂണ്ടിക്കാട്ടും. രാജ്യത്തുടനീളം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മെഗാ റാലികളും പദയാത്രകളും സംഘടിപ്പിക്കുന്നുണ്ട്. 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ മറ്റൊരു നിർണായക വിജയത്തെ തുടർന്ന് 2024 ജൂൺ 9 നരേന്ദ്രമോദി 3ാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഈ വിജയം മോദിയുടെ നേതൃത്വത്തെ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് തുടർച്ചയായ 3ാം വട്ടത്തിന്റെ ആരംഭം കുറിക്കുകയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയായ ശ്രീ മോദി മുൻപ് 2014 മുതൽ 2019 വരെയും 2019 മുതൽ 2024 വരെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2001 ഒക്ടോബർ മുതൽ 2014 മെയ് വരെ ഭരണത്തിലിരുന്നുകൊണ്ട് ഗുജറാത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി എന്ന ബഹുമതിയും അദ്ദേഹത്തിനുണ്ട്. 2014ലെയും 2019ലെയും പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ ശ്രീ മോദി ഭാരതീയ ജനതാ പാർട്ടിയെ റെക്കോർഡ് വിജയത്തിലേക്ക് നയിച്ചു. 2 അവസരങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം നേടി. 1984ലെ തിരഞ്ഞെടുപ്പിലാണ് അവസാനമായി ഒരു രാഷ്ട്രീയ പാർട്ടി വ്യക്തമായ ഭൂരിപക്ഷം നേടിയത്. സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്, എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എല്ലാവരുടെയും വിശ്വാസം. ഈ മുദ്രാവാക്യവുമായി സമഗ്രവും വികസനോന്മുഖവും അഴിമതിരഹിതവുമായ സമീപനത്തിലൂടെ ഭരണത്തിൽ അടിസ്ഥാനപരമായ മാറ്റം മോദി സാധ്യമാക്കി. അന്ത്യോദയ അഥവാ സേവനങ്ങളും പദ്ധതികളും സമൂഹത്തിലെ അവസാനത്തെ വ്യക്തിക്കും എത്തി എന്ന് ഉറപ്പാക്കുന്നതിനായി അതിവേഗത്തിലും കൂടുതൽ സമയവും പ്രധാനമന്ത്രി ജോലി ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ റെക്കോർഡ് വേഗത്തിലാണ് ദാരിദ്ര്യം ഇല്ലാതാക്കുന്നത് എന്ന് പ്രമുഖ അന്താരാഷ്ട്ര ഏജൻസികൾ അഭിപ്രായപ്പെടുന്നു. നീതി ആയോഗിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടായ 2005-2006 മുതൽ ഇന്ത്യയിലെ ബഹുമുഖ ദാരിദ്ര്യം എന്നതിൽ നിന്നുള്ള കണ്ടെത്തലുകൾ അനുസരിച്ച് കഴിഞ്ഞ 9 വർഷത്തിനിടെ ഏകദേശം 25 കോടി പേർ ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി. ഈ ശ്രദ്ധേയമായ നേട്ടത്തിന്റെ മഹത്വം ദാരിദ്ര്യത്തിന്റെ എല്ലാ മാനങ്ങളെയും അഭിസംബോധന ചെയ്യുന്നതിനുള്ള ഗവൺമെന്റിന്റെ സുപ്രധാന സംരംഭങ്ങൾക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന്റെ നാടാണ് ഇന്ത്യ. 50 കോടിയിലധികം ഇന്ത്യക്കാരെ ഉൾക്കൊള്ളുന്ന ആയുഷ്മാൻ ഭാരത് ദരിദ്രർക്കും പുതുമധ്യവർഗത്തിനും ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാവുന്നതുമായ ആരോഗ്യ പരിരക്ഷ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ആരോഗ്യ ജേർണലുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ലാൻസെറ്റ് ആയുഷ്മാൻ ഭാരതിനെ പ്രശംസിച്ചുകൊണ്ട് ഈ പദ്ധതി ഇന്ത്യയിലെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള വലിയ അതൃപ്തി പരിഹരിക്കുന്നു എന്ന് പ്രസ്താവിച്ചു. സാർവത്രിക ആരോഗ്യ പരിരക്ഷയ്ക്ക് മുൻഗണന നൽകാനുള്ള മോദിയുടെ ശ്രമങ്ങളെയും ജേർണൽ പരാമർശിച്ചിരുന്നു. സാമ്പത്തിക പുറന്തള്ളൽ ദരിദ്രർക്ക് നാശമാണ് എന്ന് മനസ്സിലാക്കി ഓരോ ഇന്ത്യക്കാരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു. ഇപ്പോൾ 51 കോടി ജൻധൻ അക്കൗണ്ടുകൾ തുറന്നിട്ടുണ്ട്. ഈ അക്കൗണ്ടുകൾ ബാങ്കിംഗ് സൗകര്യം നൽകുക മാത്രമല്ല ശാക്തീകരണത്തിന്റെ മറ്റു വഴികൾ തുറക്കുകയും ചെയ്തു. ജൻധനിൽ നിന്ന് വീണ്ടും മുന്നോട്ട് നീങ്ങി സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങൾക്ക് ഇൻഷുറൻസും പെൻഷൻ പരിരക്ഷയും നൽകിക്കൊണ്ട് മോദി ജനസുരക്ഷയ്ക്കാണ് ഊന്നൽ നൽകിയത്. ജാം ത്രിത്വം, ജൻധൻ, ആധാർ, മൊബൈൽ മധ്യസ്ഥരെ ഉന്മൂലനം ചെയ്യുന്നതിനും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുതാര്യതയും വേഗതയും ഉറപ്പാക്കുകയും ചെയ്തു. 2016 ആരംഭിച്ച പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പാവപ്പെട്ടവർക്ക് സൗജന്യ പാചകവാതക കണക്ഷനുകൾ നൽകുന്നു. 10 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് പുകരഹിത അടുക്കളകൾ നൽകുന്നതിൽ ഇത് ഒരു പ്രധാന വിപ്ലവമായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച 70 വർഷങ്ങൾ കഴിഞ്ഞിട്ടും വൈദ്യുതി എത്താത്ത 18,000 ഗ്രാമങ്ങൾ വൈദ്യുതീകരിച്ചു. ഒരു ഇന്ത്യക്കാരനും ഭവനരഹിതരാകരുത് എന്ന തന്റെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കാൻ മോദി പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ 2014നും 2024നും ഇടയിൽ 4.2 കോടിയിലധികം വീടുകൾ അനുവദിച്ചു. 3ാം വട്ടം അധികാരത്തിലേറിയതിനു ശേഷം 2024 ജൂണിൽ മന്ത്രിസഭ എടുത്ത ആദ്യത്തെ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു 3 കോടി വീടുകൾ അധികമായി ഗ്രാമ നഗര മേഖലകളിൽ നിർമ്മിക്കുക എന്നത്. ഇത് രാജ്യത്തിന്റെ ഭവന ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനും ഓരോ പൗരന്റെയും അന്തസ്സും ഗുണനിലവാരമുള്ള ജീവിതവും ഉറപ്പാക്കുന്നതിനുമുള്ള നരേന്ദ്രമോദിയുടെ പ്രതിബദ്ധതയാണ് അടിവരയിട്ടത്. നരേന്ദ്രമോദിയുമായി ഏറെ അടുപ്പമുള്ള മേഖലയാണ് കൃഷി. 2019ലെ ഇടക്കാല ബജറ്റിൽ കർഷകർക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന പേരിൽ ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചു. ഏകദേശം 3 ആഴ്ചയ്ക്കുള്ളിൽ 2019 ഫെബ്രുവരി 24 ഈ പദ്ധതി സമാരംഭിച്ചു. അതിനുശേഷം തവണകൾ പതിവായി നൽകി പോന്നു. മോദിയുടെ 2ാം വട്ടത്തിലെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ PM കിസാൻ
കിസാൻ ആനുകൂല്യങ്ങൾ എല്ലാ കർഷകർക്കും നൽകാനും നേരത്തെ ഉണ്ടായിരുന്ന 5 ഏക്കർ പരിധി ഒഴിവാക്കാനും തീരുമാനിച്ചു. 2024 ജൂൺ വരെ പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയുടെ 17ാം ഗഡു വാരണാസിയിൽ വെച്ച് മോദി നൽകി. അതിൽ 9.2 കോടിയിലധികം കർഷകർക്ക് 20,000 കോടി രൂപയിലധികം രൂപയുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചു. സോയിൽ ഹെൽത്ത് കാർഡുകൾ, മെച്ചപ്പെട്ട വിപണികൾക്കായുള്ള നാം, ജലസേചനത്തിൽ കൂടുതൽ ശ്രദ്ധ തുടങ്ങി കാർഷിക മേഖലയ്ക്ക് വഴിത്തിരിവാകുന്ന സംരംഭങ്ങളിലും മോദി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2019 മെയ് 30-ന് ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും നിറവേറ്റുന്നതിനായി ഒരു പുതിയ ജലശക്തി മന്ത്രാലയം രൂപീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി ഒരു പ്രധാന വാഗ്ദാനം നിറവേറ്റുകയായിരുന്നു. 2014 ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തുടനീളം ശുചിത്വത്തിനായുള്ള ബഹുജന പ്രസ്ഥാനമായ സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചു. പ്രസ്ഥാനത്തിന്റെ വ്യാപ്തിയും സ്വാധീനവും ചരിത്രപരമാണ്. ശുചിത്വ കവറേജ് 2014 38% ആയിരുന്നത് 2019 100% ഉയർന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തുറസായ ഇടങ്ങളിലെ മലമൂത്ര വിസർജന മുക്തമായി പ്രഖ്യാപിച്ചു. ശുദ്ധമായ ഗംഗയ്ക്കായി കാര്യമായ നടപടികൾ സ്വീകരിച്ചു. ലോകാരോഗ്യ സംഘടന സ്വച്ഛ് ഭാരത് ദൌത്യത്തെ അഭിനന്ദിക്കുകയും 3 ലക്ഷം പേരുടെ ജീവൻ രക്ഷിക്കുമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഗതാഗതം പരിവർത്തനത്തിലേക്കുള്ള ഒരു പ്രധാന മാർഗമാണ് എന്നാണ് മോദി വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ഹൈവേകൾ, റെയിൽവേകൾ, ജലപാതകൾ എന്നിങ്ങനെ അടുത്ത തലമുറ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. ഉഡാൻ പദ്ധതി വ്യോമയാന മേഖലയെ കൂടുതൽ ജനസൗഹൃദമാക്കുകയും ഗതാഗതം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയെ ഒരു അന്താരാഷ്ട്ര ഉൽപാദന ശക്തി കേന്ദ്രമാക്കി മാറ്റാനുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് പ്രധാനമന്ത്രി മോദി തുടക്കം കുറിച്ചു. ഈ പരിശ്രമം വിപ്ലവകരമായ ഫലങ്ങളിലേക്കാണ് നയിച്ചത്. 2014 142-ൽ നിന്ന് 2019 63-ലേക്ക് റാങ്കിംഗ് മെച്ചപ്പെടുത്തി. ബിസിനസ് ചെയ്യാനുള്ള എളുപ്പത്തിൽ ഇന്ത്യ ഗണ്യമായ മുന്നേറ്റം നടത്തി. ഒരു രാജ്യം ഒറ്റ നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് 2017 പാർലമെന്റ് യോഗത്തിൽ ഇന്ത്യ ഗവൺമെന്റ് GST നടപ്പിലാക്കി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തിനും സംസ്കാരത്തിനും പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. സർദാർ പട്ടേലിനുള്ള ഉചിതമായ ആദരാഞ്ജലിയായ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇന്ത്യയിലാണ്. ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന സത്ത ഉൾക്കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള കാർഷിക ഉപകരണങ്ങളും മണ്ണും ഉപയോഗിച്ച ഒരു പ്രത്യേക ബഹുജന പ്രസ്ഥാനത്തിലൂടെയാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. പാരിസ്ഥിതിക കാര്യങ്ങളിൽ പ്രധാനമന്ത്രി മോദിക്ക് അഗാധമായ അഭിനിവേശമാണ്. വൃത്തിയുള്ളതും ഹരിതവുമായ ഒരു ഗ്രഹം സൃഷ്ടിക്കാൻ ഒത്തുപ്രവർത്തിക്കണമെന്ന് അദ്ദേഹം നിതാന്തം ആവശ്യപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന് നൂതനമായ പരിഹാരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ മോദി പ്രത്യേക കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് രൂപീകരിച്ചു. 2015-ൽ പാരീസിൽ നടന്ന COP21 ഉച്ചകോടിയിലും ഈ മനോഭാവം കാണപ്പെട്ടു. പ്രധാനമന്ത്രി മോദി ഉന്നതതല ചർച്ചകളിൽ അവിടെ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന് നേരിടുന്നതിനായാണ് പ്രധാനമന്ത്രി മോദി കാലാവസ്ഥാ നീതിയെക്കുറിച്ച് സംസാരിച്ചത്. 2018-ൽ ഒരു മികച്ച ഗ്രഹത്തിനായി സൗരോർജ്ജം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള നൂതനമായ ശ്രമമായ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ രൂപീകരണത്തിനായി നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാർ ഇന്ത്യയിലെത്തി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരുടെ ക്ഷേമം ഉറപ്പിക്കുന്നതിനും സമർപ്പിതനായ ഒരു ജനനേതാവാണ് നരേന്ദ്രമോദി. ജനങ്ങളുടെ ഇടയിലായിരിക്കുകയും അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുകയും അവരുടെ സങ്കടങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ അദ്ദേഹത്തിന് സംതൃപ്തി നൽകുന്ന മറ്റൊന്നില്ല. ഭൂമിയിലുള്ള ആളുകളുമായുള്ള അദ്ദേഹത്തിന്റെ ശക്തമായ വ്യക്തിബന്ധം ശക്തമായ ഓൺലൈൻ സാന്നിധ്യത്താലും പൂരകമാണ്. ഇന്ത്യയിലെ ഏറ്റവും സാങ്കേതിക വിദഗ്ധനായ നേതാവായി അദ്ദേഹം അറിയപ്പെടുന്നു. ആളുകളിലേക്ക് എത്തിച്ചേരാനും അവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനും അദ്ദേഹം വെബ് ഉപയോഗിക്കുന്നു. യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, സൗണ്ട് ക്ലൗഡ്, ലിങ്ക്ഡിൻ, മറ്റു ഫോറങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അദ്ദേഹം വളരെയധികം സജീവമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.